നമ്മൾ ഈ വേദപഠനം മൂലം യേശുക്രിസ്തുവിന്റെ നാമം മഹത്വീകരിക്കാനും നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിനുള്ള പ്രതിബദ്ധതയിൽ കൂടുതലായിട്ട് പ്രവർത്തിച്ചു വരുവാനും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളെ വചനം പഠിക്കാനുള്ള താല്പര്യത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ രണ്ട് വീഡിയോ ഇട്ടായിരുന്നു. അത് ഭാവിയിലേക്കുള്ളത് ആണ്. വെളിപാട് പുസ്തകം 17-ന്റെയും 18-ന്റെയും വിവരണമാണ്. ആ ഭാഗം വരുമ്പോൾ ദൈവം അനുവദിച്ചാൽ വീഡിയോ പിന്നെ വിടാം. അതിൽ ആരെങ്കിലും സമയമുണ്ടെങ്കിൽ കണ്ടു കാണുമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ സാരമില്ല. ലേറ്റസ്റ്റ് വൺ ഞാൻ കണ്ടില്ല. അതിന് മുൻപ് ഇട്ടത് നമ്പർ 16 ഞാൻ കണ്ടായിരുന്നു. 17 ഇട്ടായിരുന്നു. അത് കണ്ടു. മിക്കവാറും ചിലതൊക്കെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഓർമ്മയുണ്ട് ചിലതൊക്കെ, പക്ഷെ എല്ലാം ഒന്നും ഓർത്തിരിക്കത്തില്ല. നിങ്ങളുടെ പടം കാണാതെ കൂടെ ബാബു അതിൻ്റെ അകത്ത് ചോദിക്കുന്നൊക്കെയുണ്ട്. എനിവേ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് ഈ 7 സഭകളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അവസാനത്തെ സഭയെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത്, ലവോദിക്ക സഭ. അപ്പം വെളിപാട് 3:14 മുതൽ 22 വരെ ദയവ് ഇതൊന്ന് വായിക്കുക. 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. Thank you very much. May the Holy Spirit illuminate our hearts to understand this verses. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസ്താവിച്ചതുപോലെ 7 സഭകളെ കുറിച്ച് പഠിക്കുമ്പോൾ സഭ രൂപീകരിച്ച അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സഭ രൂപീകരിച്ചത് മുതൽ ഉത്പ്രാപണം വരെ അല്ലെങ്കിൽ റാപ്ചർ വരെയുള്ള കാലഘട്ടത്തെ കുറിച്ചാണ്, 7 കാലഘട്ടത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓരോ കാലഘട്ടമായിട്ട് ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ അത് വേദപണ്ഡിതന്മാര് തിരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 1900 മുതൽ ഈ പ്രത്യക്ഷ വരെ കർത്താവായ യേശുക്രിസ്തുവിനെയും മധ്യാകാശത്തിൽ വരുന്നത് വരെയുള്ള റാപ്ചർ പീരീഡ് വരെയുള്ള സഭയാണ് ലവോദിക്ക സഭ എന്ന് പറയുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാം ലവോദിക്ക സഭയിലെ അംഗങ്ങളാണ്. അപ്പം കർത്താവിൽ നിന്നുള്ള ദൂതുകൾ ഏറ്റവും ഒടുവിലത്തേതാണിത്. ലവോദിക്ക എന്ന വാക്കിന്റെ അർത്ഥം സമ്പന്നത എന്നാണ്. ഈ നഗരം നിർമ്മിച്ചത് അന്തോക്യസ് 2-ാമൻ എന്നുള്ള ചക്രവർത്തിയാണ്. തൻ്റെ ഭാര്യയുടെ പേര് ലവോദിസ് എന്നായിരുന്നു. ആ ഭാര്യയുടെ പേര് ലവോദിസിന്റെ ആ പേര് തന്നെ ഈ നഗരത്തിന് ഇട്ട്, അതുകൊണ്ടാണ് ലവോദിക്ക എന്നുള്ള പേര് തന്നെ വന്നിരിക്കുന്നത്. വേദപുസ്തകത്തിൽ കൊലോസ്യ ലേഖനത്തിന്റെ ഒടുവില് ഈ സഭയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മൾ ഏത് സമൂഹത്തിൽ ജീവിക്കുന്നു ആ സമൂഹത്തിലെ ആ ജീവിതചര്യകൾ നമ്മളിൽ എല്ലാവരിലും അങ്ങോട്ട് അന്യോന്യം സ്പർശിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ ഇവിടെ ഈ പ്രതിപാദിച്ചിരിക്കുന്ന നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രമോസം മറ്റ് സഭയിലെ ഈ 2 സഭയെക്കുറിച്ച് മാത്രമേ ഇവിടെ അനുമോദനങ്ങൾ നമ്മൾ കാണുന്നുള്ളൂ, സ്മർണ ആൻഡ് ഫിലദൽഫിയ. ബാക്കിയുള്ള എല്ലാ സഭകളും അവിടുത്തെ ആ സംസ്കാരത്തോട് ഇഴുകിച്ചേർന്ന് അവിടെ സഭ മലിമസമായി എന്ന് നമ്മളവിടെ പഠിച്ചതാണ്. ഇവിടെ സംഗതി ഏറ്റവും
വളരെ മോശമായ രീതിയിൽ നഗരജീവിതം ഈ സഭയിൽ അവരുടെ അത് പ്രതിഫലിച്ചു എന്നുള്ളതാണ്. അത് നമ്മുടെ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. നമ്മുടെ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ അതിലെല്ലാ സമുദായങ്ങളും ഹിന്ദുക്കളുടെ പല സ്വീകരണങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ചിലർ കൂടുതലായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈ ഗൃഹപ്രവേശനത്തിന് ഒരു തട്ടില് ഒരു താലിയിലാന്ന് തോന്നുന്നു ഒരു കല്യാണം കഴിഞ്ഞ് വധു വരുമ്പോൾ അമ്മായിയമ്മ അതിൻ്റെ അകത്ത് ഒരു പുകയുമൊക്കെ വെച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ കറക്കി സ്വീകരിക്കുന്നുണ്ടല്ലോ. അത് യാക്കോബ വരെ ഉണ്ട്, ആൾക്കാർ ചെയ്യാറുണ്ട്. പിന്നെ അത് ശിവനൊക്കെ പോയി കഴിഞ്ഞ് വളരെ നാളുകൾ കഴിഞ്ഞ് വരുമ്പോൾ പാർവതി അങ്ങനെയാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ ക്രിസ്ത്യാനികളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മുടെ ഗ്രൂപ്പിൽ. അതുപോലെ തന്നെ മിന്നുകെട്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഒരു ഇതായിരുന്നു. ബ്രദറുകാരും പെന്തക്കോസ്തുകാരും അങ്ങനെയുള്ള അവർ ചെയ്തിട്ടില്ല എങ്കിലും അവരെല്ലാവരും ബ്രദറുകാരും പെന്തക്കോസ്തുകാരും ഉൾപ്പെടെ വേറെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഗൃഹപ്രവേശനത്തിന് പാല് കാച്ചുക. ഇവിടെ ഊശലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സമുദായ ഭേദമന്യേ ബന്ധക്കോസുകാരും ബ്രദറുകാരും മിക്കവാറും ചെയ്യാത്തവർ കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു യൂട്യൂബ് ഞാൻ കണ്ടു. ഒരു ഗൃഹപ്രവേശനം ബ്രദർ ഫാമിലിയിലെ പെട്ടതാണ്. പാല് കാച്ചിക്കൊണ്ടിരിക്കുമ്പം വീട്ടുകാരത്ത് പറയുന്നു തൂകട്ടെ. പാല് തിളച്ച് തൂകി അത് പോട്ടെ, അത് ഐശ്വര്യം. അത് ഹിന്ദുക്കളുടെ ഇതാണെന്ന് പറഞ്ഞാൽ വിഷ്ണു പാലാഴിയിലാണ് കടന്നത്. പാലാഴി മസനം ചെയ്തപ്പോഴാണ് ലക്ഷ്മി ദേവി കടന്നു വന്നത്. കൃഷ്ണനും അതുപോലെ പാല് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ പ്രകാരം ബന്ധക്കോസുകാരും ഉൾപ്പെടെ എല്ലാവരും പാല് കാച്ചൽ ചടങ്ങുകൾ നടക്കുന്നു ഹിന്ദുക്കളുടെ. അപ്പം ഈ ലൗകികക്കാരെ നമ്മൾ പറയുന്നു, മറ്റു പ്രഗമോസിനെ കുറിച്ചൊക്കെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ യേശുക്രിസ്തു പറഞ്ഞത് നമ്മുടെ കണ്ണിൽ കോലിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കരടെടുക്കുന്നത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെ തന്നെ. അതുപോലെ തന്നെ ശകുനം നോക്കുക, വലതുകാല് വെച്ച് മാത്രം കയറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ എൻ്റെ പല ലേഖനത്തിലുണ്ട് കല്യാണ സമയത്ത് ബ്രദറുകാരാണെങ്കിലും ബന്ധക്കോസുകാരാണെങ്കിൽ പോലും ഏതെങ്കിലും കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാൾ പറയാ തടസ്സം വന്നാൽ രാഹുകാലം കഴിയുന്നത് വരെ അവിടെ പെണ്ണോ ചെറുക്കനോ ഇറങ്ങുകയില്ല. ആ രാഹുകാലം കഴിയാതെ അത് ആരെങ്കിലും കുടുംബം അത് ഇപ്പോഴും സീക്രട്ടായിട്ട് നോക്കുന്നവരുണ്ട്. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ അവരെ കുറിച്ച് ഈ ലവോദിക്ക സഭയെക്കുറിച്ച് നമ്മൾ വിമർശനം ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ പ്യുവറായിട്ട് ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. ഓരോ കാലക്രമേണ ഓരോരുത്തർ പിന്നെ പണക്കാരും സ്വാധീനമുള്ളവരും ഓരോരുത്തർ അഡോപ്റ്റ് ചെയ്ത് അങ്ങനെ വന്നതാണ്. പിന്നെ എല്ലാവരും ഇത് ചെയ്തു. എല്ലാവരും എല്ലാ വീട്ടിലും പാല് കാച്ചുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലും കയറും പാല് കാച്ചുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ ഇത് മനസ്സിലാക്കാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ലൗകിക സഭ എന്ന് പറഞ്ഞാൽ ജാതികളുടെ ആചാരങ്ങളെല്ലാം അവര് സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. അപ്പൊ ഈ വേദോസ്തം പഠിക്കുമ്പോൾ വേറൊരു ഗുണമുള്ള എല്ലാവരോടും ഞാൻ പറയുന്നത് അവിടുത്തെ കാലത്തെ അന്നത്തെ സംസ്കാരവും ചരിത്രവും ഒക്കെ പഠിക്കുന്ന വളരെ വേദോസ്തവം മനസ്സിലാകും. ഭൂമിശാസ്ത്രമൊക്കെ പഠിക്കുന്നത് എല്ലാവർക്കും അതിന് സമയം കാണുകയില്ല, ബിസി ആയിരിക്കുമല്ലോ. ചിലപ്പം പുസ്തകങ്ങൾ വായിക്കാൻ പലർക്കും താല്പര്യവുമില്ലല്ലോ. അപ്പോൾ ശീതമല്ല. പിന്നെ അതിന് വാട്ടവെള്ളം എന്നല്ലേ മലയാളത്തിൽ പറയുന്നത്? വാട്ടവെള്ളം വയറിളക്കാനൊക്കെ കൊടുക്കുന്ന ഇതാണല്ലോ. അപ്പം ഇവിടെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ ഇത് പറയുമ്പോൾ രാജ്യത്തിന്റെ അവിടുത്തെ ജോഗ്രഫിക്കൽ ഇത് വെച്ചാണ് അവിടെ യേശുക്രിസ്തു അവിടെ പറയുന്നത്. ലവോദിക്കും ഹീരാപോലിക്കും ചുറ്റിനുമുള്ള ജില്ലകളില് അവിടെ ഒരു ചൂട് ചൂടും തണുപ്പും അല്ലാത്ത ഒരു ധാതുജലം അവിടെ ഈ ഹോട്ട് സ്പ്രിങ് അവിടെ ഒരു ലിക്വാം വാട്ടർ ആയിരുന്നു, മിനറൽ വാട്ടർ ആയിരുന്നു ഉള്ളത്. അത് ഒലിച്ചു വരും. പക്ഷേ അത് കാശിന് കൊള്ളുന്നതല്ല. ആ വെള്ളം അത് കുടിക്കുകയാണെങ്കിൽ ഛർദിൽ വരും. നോസിയേറ്റിംഗ് ആണെന്ന് എഴുതിയിരിക്കുന്നത്. ഛർദിക്കാൻ വരുന്നതാണ്. ഗുണം അത് വളരെ ടേസ്റ്റ് നല്ലതല്ലേ, നല്ല രുചിയുമുള്ളതല്ല, ഉപ്പ് രസമുള്ളതുമാണ്. അപ്പം ചൂടുവെള്ളവുമല്ല തണുത്ത വെള്ളവുമല്ല, വാട്ടവെള്ളം പോലാണ്. അപ്പോൾ അവിടുത്തെ ആ ഭൂപ്രകൃതി അവിടുത്തെ യേശുക്രിസ്തുവിന് അവിടെ ലവോദിക്ക സഭക്കാരുടെ ആ ആത്മീയ രൂപം പറഞ്ഞപ്പോൾ നിങ്ങൾ ആത്മീയമായിട്ടും നിങ്ങളുടെ അവിടുത്തെ വെള്ളത്തെ പോലെ തന്നെയാണ് നിങ്ങളുടെ ആത്മീയ ജീവിതവും. നിങ്ങൾ ശൂതവാനുമല്ല ഉഷ്ണവാനുമല്ല. ചർച്ചയിൽ പോകുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ചില ആചാരങ്ങളൊക്കെ പാലിക്കുന്നു, പൈസ കൊടുക്കുന്നു, എല്ലാം രക്ഷ വിലയ്ക്ക് വാങ്ങിയെന്നുള്ള നിലയിലാണ്. യഥാർത്ഥ യേശുക്രിസ്തുവിനുള്ള പ്രതിബദ്ധത അവിടെ കാണുന്നില്ല. അതുപോലെയാണ് എന്നാണ് യേശുക്രിസ്തു
അവരുടെ ആത്മജീവിതത്തെക്കുറിച്ച് പറയുന്നത്. പിന്നെ ഇതിനെല്ലാം ഇത് വളരെ മീനിങ് ഉണ്ട്. ഞാൻ ധനവാൻ അപ്പം വായിച്ചതല്ലേ, സമ്പന്നനായിരിക്കുന്നു എന്ന്. ധനവാൻ വളരെ ധനമുള്ളവരായിരുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നേ സമയത്ത് ഇതില് ഒരു ഓക്സിമോറാനുണ്ട്. നീ ഒരിക്കലും നിനക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞിട്ട് നീ വളരെ ധനവാനാണെങ്കിൽ നീ ദരിദ്രനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പാരഡോക്സിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഓക്സിമോറാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് കാര്യങ്ങൾ വിപരീതമായിട്ടുള്ള വേർഡിനാണ് ഓക്സിമോറാൻ പറയുന്നത്. അല്ലെങ്കിൽ ലവിങ് ഹെയ്റ്റ്, ക്രൂവൽ കൈൻഡ്നെസ്, വൈസ് ഫൂള്, ക്ലിയർലി കൺഫ്യൂസ്ഡ് എന്നൊക്കെ പറയുന്നത് ഓക്സിമോറാനാണ്. കോമ്പിനേഷൻ ഓഫ് കോൺട്രഡിക്ടറി വേർഡ്സ്. സൈലന്റ് സ്ക്രീം എന്ന് പറയുന്ന പോലെ ഒരു പാരഡോക്സ് ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് അവര് ധനവാനാണ്, അവര് ധനമുള്ളവരാണെങ്കിലും ദരിദ്രനാണെന്നാണ് യേശുക്രിസ്തു അവിടെ പറയുന്നത്. അതേ സമയത്ത് സ്മർണ സഭയുടെ നിങ്ങൾ വായിച്ചു കാണുമല്ലോ, അവിടെ ഏത് വാക്യത്തിലായിരുന്നു അവിടെ? പിന്നെ സ്മർണയിലെ അവിടെ 9 വാക്യം ഒന്ന് വായിച്ചേ. 9 3:9. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കും. അതിന്റെ മേളിലുള്ളതല്ലേ ഞാൻ മീൻ ചെയ്ത് 8 മരിച്ചവനായിരുന്നു. സ്മരണയിലെ അത് 8 മുതൽ വായിച്ച് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. 8-ാം വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ അത് 2-ാം അധ്യായത്തിലല്ലേ അത്? തെറ്റിപ്പോയി. സോറി. 2-ന്റെ കുഞ്ഞുങ്ങളെ അപ്പോളജൈസ് വെരി മച്ച്. ഐ ആം റിയലി സോറി. 2-ന്റെ 8 മുതൽ വായിക്കാം. സ്മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക. അത് 9 വായിച്ചാൽ മതിയായിരിക്കുമല്ലോ. അപ്പോഴേ മാത്രം വായിച്ചാൽ മതി. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും ഞങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല. മതി. അപ്പൊ അവര് സ്മരണ സഭയെ കുറിച്ച് അവിടെ പറഞ്ഞപ്പോൾ അവര് വളരെ ദരിദ്രമുള്ള സഭയായിരുന്നു. അവർക്ക് നിവൃത്തിയില്ലായിരുന്നുവെങ്കിലും യേശുക്രിസ്തു അവരെ നോക്കുമ്പോൾ അവര് വളരെ സമ്പന്നരാണ്. അപ്പൊ ഇവിടെ അതിന്റെ വേറൊരു ഇത് പറയുമ്പോൾ ലവോദിക്ക സഭയെ നോക്കുമ്പോൾ അവർ വളരെ സമ്പന്നരായിരുന്നെങ്കിലും അവർ ദരിദ്രരാണെന്നാണ് യേശുക്രിസ്തു അവരെ അഭിസംബോധന ചെയ്യുന്നത്. യഹൂദ വ്യാപാരികൾ ഈ പ്രവിശ്യയെ വളരെ സമ്പന്നമാക്കി. ലോകത്തിലുള്ള മേത്തരമായ ചെമ്മരിയാടുകളെ ഇവർ വളർത്തുന്നുണ്ടായിരുന്നു. ഈ ആടുകളിൽ നിന്ന് ലഭിച്ചിരുന്ന കമ്പിളി രോമം ലോകത്തിൽ ഒരിടത്തും കിട്ടാത്തതുപോലെ ഏറ്റവും മനോഹരമായ കറുപ്പ് നിറമുള്ളതായിരുന്നു. ഹൈ ക്വാളിറ്റി ഉള്ളതായിരുന്നു അവിടുത്തെ ഇത്. 4 വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കലുണ്ടായിരുന്നു. അപ്പം ആ ട്രേഡ് കൊണ്ടാണ്, പല ട്രേഡുണ്ട്, വളരെ സമ്പത്ത് അവർ മികച്ചത്. അപ്പൊ ഈ വസ്ത്രാഡംബരത്തിൽ മുഴുകിയ ഇവർ ആത്മീയമായി. അപ്പൊ ഇവിടെ ഈ 4 തരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും കൂടിയ വസ്ത്രവും വിലകുറിപ്പുള്ള തിളങ്ങുന്ന വസ്ത്രം ഉണ്ടായിട്ട് യേശുക്രിസ്തു നോക്കിയപ്പോ നീ നഗ്നനായിരുന്നാണ് കാണുന്നത്. അപ്പം അത് ഇപ്പൊ ആ ചരിത്രമായിട്ട് പഠിക്കുമ്പോഴാണ് ഇത് ഈ അധ്യായം വളരെ, ഈ വെളിപാട് പുസ്തകത്തിലെ നമുക്ക് അതിന്റെ മീനിങ് പിടികിട്ടുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും, എന്നാൽ യേശുക്രിസ്തു എങ്ങനെ നോക്കുന്നു എന്ന് നോക്കിയാൽ നമ്മുടെ ഹൃദയങ്ങളെ നിരൂപണങ്ങളെയും അറിയുന്ന കർത്താവായ യേശുക്രിസ്തു നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ടായിരിക്കും യേശുക്രിസ്തു കാണുന്നത്. അപ്പൊ ഇവിടെ കാണുന്നത് അവര് ഇത്രയും നല്ല വസ്ത്രമുള്ളവരുണ്ട്, ധനികരാണെങ്കിലും ദരിദ്രരുമാണ്, നഗ്നരുമാണ് എന്നാണ് കാണുന്നത്. പിന്നെ നിനക്ക് അവിടെ വായിച്ചതിൽ കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവര് പിന്നെ ഈ കണ്ണ് കാഴ്ചയില്ലാത്ത അന്ധരാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിൽ വലിയൊരു തമാശ എന്ന് പറഞ്ഞാൽ ലവോദിക്കയില് ഒരു മെഡിക്കൽ സെന്റർ ഉണ്ടായിരുന്നു. അവിടെ റോമാ സാമ്രാജ്യത്തില് ഏറ്റവും മെഡിക്കൽ സെന്റർ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ഒത്തിരി മരുന്നുകൾ കയറ്റുമതി അവർ ചെയ്യുമായിരുന്നു അവരുടെ റോമാ സാമ്രാജ്യത്തില്. എന്നാൽ അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മരുന്നെന്ന് പറയുന്നത് അന്നത്തെ ഈ പൊള്യൂഷനും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ജീവിത രീതികൾ നമ്മുടെ അടുത്ത് അഡ്വാൻസ് അല്ലേ. കണ്ണിനെല്ലാം ചെങ്കണ്ണും പല രോഗങ്ങളെല്ലാം വരുമായിരുന്നേ. അതുകൊണ്ട് കണ്ണിന് പിന്നെ പരത്താന് ഒരു പ്രത്യേക ഒരു മരുന്ന് അവിടെ ടെഫ്രാഫ്രിഗിയ എന്ന അതിന്റെ പേര്, TEPHRAPHRIGIA
PHRYGIA. ടെഫ്ര ഫ്രിയ എന്ന് പറയുന്ന ടാബ്ലറ്റ് റോമ സാമ്രാജ്യത്തിലുള്ള മുഴുവൻ അവർ കയറ്റുമതി ചെയ്ച്ച് ഈ കണ്ണിന് അസുഖം വരുമ്പോൾ ഈ ഗുളിക പൊടിച്ച് കണ്ണിൽ തേക്കുമായിരുന്നു. അങ്ങനായിരുന്നു അവര് അവിടെ കണ്ണിന് ചികിത്സ ചെയ്തുകൊണ്ട്. എന്നാൽ യേശുക്രിസ്തു നോക്കിയപ്പോഴാണ് നിങ്ങൾ അന്ധരാണ്, അതിനാണ് ലേപം എന്നോട് വാങ്ങാൻ പറയുന്നത്, യേശുക്രിസ്തുവിനോട് വാങ്ങാൻ പറയുന്നത്. അപ്പം വളരെ ഒരു രസകരമായ സംഗതിയാണ്. അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ അതിൻ്റെ ജീവിത രീതികളും അവരുടെ ആത്മീയ ജീവിതവും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു എന്നാണ് കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവരെ കുറ്റം പറയുന്നു, നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മളെല്ലാം ഇത് വചനം പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആ സ്ഥാനത്ത് എന്നെ അവിടെ ഞാൻ ചെയ്യുക, എന്നിട്ട് ഞാൻ ആത്മപരിശോധന ചെയ്യുക, ഞാനിതിൽ അങ്ങ് വന്നു എന്നുള്ളതാണ്. ഇപ്പൊ ലവോദിക്ക സഭ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലഘട്ടത്തെ സഭയെക്കുറിച്ചാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും കാണാമല്ലോ. ഇന്ന് തന്നെ ദൈവമക്കൾ എന്ന് പറയുന്ന പ്രസംഗകരെന്ന് പറയുന്നവര് വലിയ പിന്നെ എനിക്ക് $100 അയച്ചു തന്നാൽ നിങ്ങൾക്ക് $1000 കിട്ടും, നിങ്ങൾക്ക് സുഖമാകും, നിങ്ങൾ അയക്കുന്ന പിന്നെ ലെറ്റർ രോഗം അയച്ചാൽ ലെറ്ററെ വെച്ച് പ്രാർത്ഥിക്കും, പിന്നെ തുവാല അയച്ചു തരും, എണ്ണ അയച്ചു തരും. ഇങ്ങനെയൊക്കെയുള്ള ഫ്രോഡുകൾ ഇപ്പോഴാണ് കൂടുതലായിട്ട് നടക്കുന്നത്. ടിവിയും സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് ഒത്തിരി പേര് ഇതിനകത്ത് മനുഷ്യര് ഡെസ്പറേറ്റ് ആകുമ്പോൾ, അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവർ വിശ്വസിച്ച് ദൈവമക്കളല്ലേന്നും കണ്ട് അറിയാതെ പൈസ, അങ്ങനെ ലക്ഷക്കണക്കിന് ഡോളർ നഷ്ടമാകുന്നുണ്ട് ലോകം മുഴുവൻ വിശ്വാസികൾക്ക് തന്നെ. ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ വചനത്തെ വ്യാപാരം ചെയ്യുന്ന അവസാന സമയത്ത് വചനത്തെ വ്യാപാരം ചെയ്യുമെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ക്രിസ്തു വിശ്വസ്തനും നിത്യനുമായ സാക്ഷി. വെളിപ്പാട് 3:14 ഒന്നുകൂടെ ഒന്ന് വായിച്ചേരേ. 3:16 ഇങ്ങനെ ശീതവാനുമല്ല. 14. ഓക്കെ. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ദൈവസൃഷ്ടി ആരംഭമാണ്. അതിനർത്ഥം ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനായ കർത്താവ് യേശുക്രിസ്തുവാണ് പറയുന്നത്. അവിടെ ആസിയയിലെ മറ്റ് സഭകളോടുള്ള തന്റെ മുഖവരയിൽ നിന്നും ഇപ്പൊ ഈ ഇൻട്രഡക്ഷൻ പറഞ്ഞില്ല, മറ്റ് 6 സഭകളുടെ ഇൻട്രഡക്ഷൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമാണ്. നിങ്ങളിത് ഇത് അന്ന് വായിക്കുമ്പം മുഖവരയിൽ വ്യത്യാസം ഇവിടെ പറയുന്നതിന്റെ ഇപ്പം കുഞ്ഞോട് വായിച്ചതാണ്. ആമേൻ എന്നാണ് ലവോദിക്ക സഭയുടെ ദൂതനെ പരിചയപ്പെടുത്തുന്നത്. ഇൻട്രഡക്ഷൻ അതാണ്, ആമേൻ. നമ്മളിപ്പം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആമേൻ എന്ന് പറയില്ലേ, അതിന്റെ അർത്ഥം നമ്മൾ ആ പ്രാർത്ഥനയോട് എഗ്രി ചെയ്യുന്നു, നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ അവിടെ നമ്മുടെ ലവോദിക്കയിലെ ദൂതനല്ലല്ലോ ആമേൻ, ദൂതന് വേണ്ടി എഴുതുന്നത് ആമേൻ എന്നുള്ളവൻ യേശുക്രിസ്തു പറയുന്നത്. യേശുക്രിസ്തു അല്ലേ? അതെ, യേശുക്രിസ്തുവാണല്ലോ ഇവിടുത്തെ സംസാര വിഷയം. ഈ സംസാരിക്കുന്ന മുഴുവന് പിന്നെ ദൂതന് എഴുതുന്ന ആ പക്ഷേ യേശുക്രിസ്തുവാണ് സംസാരിക്കുന്നത്. അപ്പം യേശുക്രിസ്തുവിനെ തന്നെ കുറിച്ച് പറഞ്ഞ ആമേനാണ്. അങ്ങനെ തന്നെ ആമേൻ എന്നാണ് ക്രിസ്തുവിന്റെ ഒരു പേരായി. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഒരു പേരാണ് ആമേൻ എന്നുള്ള ഒരു പേര്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ പല പേരുകൾ, ആയിരക്കണക്കിന് പേരുകളുണ്ട് യേശുക്രിസ്തുവിന്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞില്ല, നമ്മളവിടെ ഇനി ദൈവസ്ഥാനിലായിരിക്കും നമുക്കൊരു പുതിയ പേര് തരും, യേശുക്രിസ്തുവിനും പുതിയ പേരുണ്ടെന്നാണ് അവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ ആമേൻ എന്നും പറഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ പരമാധികാരവും അവന്റെ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയാണ്. തീർച്ചയായിട്ടും യേശു നമ്മൾ പ്രോമിസ് ചെയ്യുന്ന എങ്ങനെയാ, ഇവിടെ രാഷ്ട്രീയക്കാർ പ്രോമിസ് ചെയ്യുന്ന കാണണ്ടല്ലോ. പിന്നെ പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ അവര് പിന്നെ ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നമ്മൾ കാണും. പണ്ട് മുതലേ ക്ലിന്റൺ മുതലേ ഇത് അവിടെ അന്നാ തുടങ്ങിയത്. ഞാൻ ജയിച്ചു കഴിഞ്ഞ് പ്രസിഡന്റ് ആയാൽ ഇസ്രായേലിലെ തലസ്ഥാനം ജെറുസലേമിലേക്ക് ഞാൻ ഇസ്രായേലിന്റെ അമേരിക്കൻ എംബസി ജെറുസലേമിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു. രണ്ട് ഇലക്ഷനും ഇവരിതെല്ലാം പറഞ്ഞു. ബുഷും ഒബാമയും ക്ലിന്റണും എല്ലാം പറഞ്ഞു. 2 പ്രാവശ്യം ജയിച്ചിട്ട് അതൊന്നും ചെയ്തില്ല. അപ്പം പ്രോമിസ് മനുഷ്യരിക്കും. അതുപോലെ തന്നെ ഇഫ് യു ലൈക്ക് യുവർ ഡോക്ടർ യു ക്യാൻ കീപ് യുവർ ഡോക്ടർ, ഇഫ് യു ലൈക്ക് യുവർ ഇൻഷുറൻസ് യു ക്യാൻ കീപ്. ഇറ്റ് വിൽ ഹാപ്പൻ, സോ മനുഷ്യർ ചെയ്യുന്ന പ്രോമിസ് എല്ലാം, വാഗ്ദത്തങ്ങളെല്ലാം അത് താൽക്കാലികമാണ്. വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ പ്രോമിസ്, വാഗ്ദത്തം പരിപാലിക്കുന്ന. ഈ ദൈവത്തിന്റെ പ്രോമിസ്, വാഗ്ദത്തം തീർച്ചയായിട്ടും നിവൃത്തിയാകും. അതിൽ വേറൊരു വാക്യം കൂടെ, 1 കൊരിന്ത്യർ 1:20 ഒന്ന് വായിച്ചേരേ. 1 കൊരിന്ത്യർ 1:20. ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ,
ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? 1 Corinthians 1:20 ഞാൻ എഴുതിയത് തെറ്റായിരിക്കും. അവിടെ ക്രിസ്തു, അവിടെ ആമേൻ എന്നുള്ള ഒരു വേർഡ് പിന്നെ കൊരിന്ത്യ ലേഖനത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് 1 Corinthians 1:20 ഞാൻ എഴുതിയത് തെറ്റതായിരിക്കും അവിടെ നോട്ടില്. എനിവേ, അവിടെ യേശു ക്രിസ്തു ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്ക് തീർച്ചയായിട്ടും അത് വിശ്വസിക്കാം. തീർച്ചയായിട്ടും അത് ഫുൾഫിൽ ആകും എന്നുള്ള യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഈ ലവോദിക്ക സഭ എന്നുള്ളതിന്റെ വേറൊരു പിന്നെ ജനത്തിന്റെ അവകാശം, അപ്പം ഞങ്ങൾ പറയുന്ന പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ അതിപ്പോഴും സണ്ണി പറഞ്ഞത് 2 Corinthians 1:20 തോന്നുന്നു. 2 Corinthians, താങ്ക് യു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. താങ്ക് യു വെരി മച്ച്. അപ്പം അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ വിശ്വാസികൾ ഏസെന്ന് പറഞ്ഞാൽ ഏസ്, നോ എന്ന് പറഞ്ഞാൽ നോ. നമ്മൾ വാഗ്ദത്തം നമ്മുടെ പ്രൈവറ്റ് ലൈഫിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ യേശുക്രിസ്തു ഒരു കാര്യം പറഞ്ഞാൽ അത്യന്ത്യ വാക്കാണ്. നമ്മൾ പറയുമ്പോഴും നമ്മളൊരു കാര്യം പ്രസ്താവിച്ചാൽ അത് തീർച്ചയായിട്ടും അത് നമ്മൾ പാലിക്കണം. അത് പാലിച്ചില്ലെങ്കിൽ നമ്മൾ അത് എന്തുകൊണ്ടാണെന്നുള്ള കാരണം നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് നല്ലതായിരിക്കും. അപ്പൊ ജനത്തിന്റെ അവകാശം എന്നർത്ഥമുണ്ട് ലവോദിക്ക. അപ്പൊ ജനങ്ങൾ തീരുമാനിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഡെമോക്രസി കാണുന്ന ഇതാണല്ലോ, ജനത്തിന്റെ അവകാശം. ഇപ്പം തന്നെ വുമൻസ് റൈറ്റ് ടു ചൂസ്. അപ്പോൾ എല്ലാവരും പറയുന്നത് വുമൻസ് റൈറ്റ് ടു ചൂസ് എന്ന് പറയുന്നത് അബോർഷനെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പം മെജോറിറ്റി ആൾക്കാർ പറയുകയാണെങ്കിൽ അത് ഇതാണ്, പിന്നെ ഹേറ്റേഴ്സ് ആണെന്ന് പറയും, അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മെജോറിറ്റി ആൾക്കാർ മദ്യപാനം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് അമേരിക്കയിലെ ആൾക്കാരെല്ലാം വോട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അമേരിക്കയിലെ എല്ലാവരും പറഞ്ഞതുകൊണ്ട് ജനങ്ങളെല്ലാം തീരുമാനിച്ചു എന്ന് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. വേദോസ്തവത്തിൽ എന്ത് പറഞ്ഞ് പ്രസ്താവിച്ചിരിക്കുന്നു അതാണ് നമ്മുടെ മാനിഫെസ്റ്റോ. ബൈബിളാണ് നമ്മുടെ മാർഗദർശിയായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ലവോദിക്ക സഭ തുടങ്ങിയതാണ് അവര് ജനങ്ങൾ പറയുന്നത് അനുസരിച്ച് പോവുക. ഞങ്ങൾ ഭൂരിപക്ഷം ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ ചർച്ചുകൾ നോക്കിയാലും, പണ്ട് നമ്മൾ ജനിച്ചു വളർന്ന ചർച്ചുകളിൽ എല്ലാ സഭയും, കത്തോലിക്ക സഭയും നോക്കിയാലും, ബാപ്റ്റിസ്റ്റ് ചർച്ച് നോക്കിയാലും, പെന്തക്കോസ്ത് ചോദിച്ചാലും, നമ്മൾ പണ്ട് കണ്ട സഭ ചർച്ചല്ല. ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ജനങ്ങൾ അവകാശമെന്നും പറഞ്ഞ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞാണ്. പിന്നെ ട്രാൻസ്ജെൻഡർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്ന് നമുക്ക് പ്രായമുള്ളവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിലാണ് ചെറുപ്പക്കാരൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലവോദിക്ക സഭയെ തുടങ്ങിയതാണ് ഇതെല്ലാം. അപ്പോൾ ലുക്വാം എന്ന് പറഞ്ഞാൽ അത് തണുപ്പും ചൂടുമില്ലാത്ത ഒരു സഭയായിട്ട് ലവോദിക്ക സഭ തീർന്നു. നമ്മളും അങ്ങനെ ഈ കാലഘട്ടത്തെ ഈ 20th and 21st നൂറ്റാണ്ടിലെ സഭയും അങ്ങനെ തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് താമസം ഉണ്ടെങ്കിൽ ഈ വിശ്വാസത്യാഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ ഓരോ ജീവിതം, നമ്മുടെ വ്യക്തിപരമായ ജീവിതം നമ്മൾ ഭാസുരമാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരോട് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്തുമസ് സമയമാണ്, വളരെ നല്ല ജോയ്ഫുൾ സമയമാണ്. ക്രിസ്തുമസ് അതിന് ഒത്തിരി ആൾക്കാർ ഡിബേറ്റ് ചെയ്യും. ഡിബേറ്റിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ യേശു ക്രിസ്തു ജനിച്ച് 25-നാണെന്നോ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇവിടെ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒരു അവധിയുണ്ട് നമുക്ക് അമേരിക്കയിൽ. അപ്പം മാർട്ടിൻ ലൂതർ കിങ് അത് സൗകര്യത്തിന് വേണ്ടി ഒരു മൺഡേയിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്, ലോങ് വീക്കെൻഡ് കിട്ടാൻ വേണ്ടി. അത് പ്രസിഡന്റ് ഡേക്കും എല്ലാം അങ്ങനെയാണ്. അതുപോലെ December 25th അങ്ങനെ ഇപ്പം എല്ലാവർക്കും അറിയാം യേശുക്രിസ്തു ജനിച്ചത് 25th സാധ്യതയില്ല. അതൊന്നും വിഷയം. യേശുക്രിസ്തു ജനിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആഘോഷത്തിൽ മുഴുകുന്ന ഇപ്പൊ ഈ സമയം നമ്മൾ ഗോസ്പല്, യേശുക്രിസ്തുവിന്റെ സുവിശേഷം, അവൻ ജനിച്ചു, എന്തിന് ജനിച്ചു? മരിക്കാനായിട്ട് ജനിച്ചു, നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് ജനിച്ചു, നമ്മുടെ പാപപരിഹാരത്തിനായിട്ട് ജനിച്ചു. അവൻ എന്നാൽ പ്രധാനസംഗതി ജനിച്ചത് മരിച്ചുവെങ്കിലും മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. അവൻ വീണ്ടും നമ്മളെ ചേർക്കാൻ വരുന്നു എന്നുള്ള ആ സുവിശേഷം നമ്മൾ ഈ ക്രിസ്തുമസ് സമയത്ത് കൂടുതലായിട്ട് ആ സമയം ഉപയോഗിച്ച് ആ ക്രിസ്തുമസ് സമയം നമ്മൾ ചെയ്യുക. മറ്റുള്ള ഒരു കാണുന്ന കൂടുതൽ പേഗൻ രീതിയിൽ ഏത് സംഗതിയും മനുഷ്യന് മിസ്യൂസ് ചെയ്യുക. ലോകത്തിലെ എല്ലാ സംഗതികളും സാത്താൻ ഇടപെട്ട് ഏത് നല്ല സംഗതിയും അമലിമസമാക്കിയിട്ടുണ്ട്. അതുപോലെ ക്രിസ്തുമസും ആയിരിക്കാം. പക്ഷെ നമ്മൾ വിശ്വാസികൾ ഈ ക്രിസ്തുമസ് സമയത്ത് ആ ക്രിസ്തുവിന്റെ ആ സ്നേഹം, ആ ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം തണുപ്പും ചൂടുമില്ലാത്ത ഒരു സഭ
സഭയായിരുന്നു ഈ ലവോദിക്ക സഭ. ദൈവിക സത്യം അത് ഉപദേശങ്ങളും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പം പലർക്കും ചോദിച്ചാൽ ഞാനൊന്നും വായിക്കുകയില്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ അച്ഛൻ ഇത് പറഞ്ഞാൽ, ഞങ്ങളുടെ ഉപദേശിക്കനെ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലവോദിക്ക സഭയിലെ അന്നത്തെ ആൾക്കാർക്ക് ഈ ഉപദേശവും അറിഞ്ഞുകൂടായിരുന്നു. അവർ ബാലിനെയും യഹോവയും ഒരേ സമയത്ത് തന്നെ ആരാധിച്ചു. അപ്പോൾ അത് തന്നെ നമുക്കറിയാമല്ലോ, ബാലെന്ന് പറയുന്ന ജാതികളുടെ ദൈവമാണ്. അതിനെ ആരാധിച്ചു, യേശു ക്രിസ്തുവിനെ ആരാധിച്ചു. അപ്പം ഏതെങ്കിലും ഒന്ന് ശരി കാണുമല്ലോ, ഉള്ളിൽ കാണുകയെ. അപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവർ മാമോനെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിച്ചു. മാമോന് പൈസയും. അപ്പോൾ നമ്മള് ദൈവമക്കളാന്ന് പറഞ്ഞിട്ട് പൈസ മാത്രമാണ് എൻ്റെ ദൈവമായിട്ട്, ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവിടെ യേശു ക്രിസ്തുവിനോടുള്ള പ്രതിബദ്ധതയാണ് അവിടെ കാണിക്കുന്നത്. അപ്പം പിന്നെ വേറൊന്ന് കാണുന്നത്, ക്രിസ്തു സഭയ്ക്ക് പുറത്ത് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, അല്ലേ? അത് ഏത് വാക്യത്തിലാണ്? 21. 21-ൽ. അല്ല 20. അപ്പൊ അവിടെ ആ 21 വായിച്ചു മുന്നിലുണ്ടെങ്കിൽ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഓക്കെ, അവിടെ ഈ പറഞ്ഞ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ആ ഏകവചനത്തിലാണ് പറയുന്നത്. അവൻ വ്യക്തിപരമായിട്ടുള്ള അഭ്യർത്ഥനയാണ്. അപ്പം എന്നോടും നിങ്ങളോടും ഓരോരുത്തരും വ്യക്തിപരമായിട്ട്, നിങ്ങൾ സഭക്കാരോട്, ലവോദിക്ക സഭക്കാരോടെന്നല്ല അവിടെ യേശുക്രിസ്തു പറയുന്നത്. അതായത് യേശുക്രിസ്തു സഭയ്ക്ക് പുറത്താണ്. ഇന്ന് പല സ്ഥലത്തും യേശുക്രിസ്തുവിന്റെ നാമത്തിലാണെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു സഭയ്ക്ക് പുറത്താണ്. ഇവിടെ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ആരാ? അവിടെ ലവോദിക്ക സഭയിലെ വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാരെ വാതിൽക്കൽ നിന്നാണ് യേശുക്രിസ്തുവിനോട് പ്രവേശനമില്ല. ഇന്ന് അപ്പസ്തലനായ പൗലോസ് വരികയാണെങ്കിൽ ഇന്ന് പല ചർച്ചകളും പ്രസംഗിപ്പിക്കില്ല. എന്ന് പറഞ്ഞാൽ ഒരു നീളമില്ലായിരുന്നു, നല്ല കാണാൻ സുമുഖനില്ലായിരുന്നു, നീളം കുറഞ്ഞവനായിരുന്നു, വാഗ്മിയുമില്ലായിരുന്നു, വളരെ വളരെ പ്രയാസമുള്ള. അപ്പം ഇന്ന് ഒരു കോൺഫറൻസിനും, ബ്രദർ കോൺഫറൻസിനും, ബന്ധക്കോസ് കോൺഫറൻസിനും, ഒരു കോൺഫറൻസിനും പൗലോസിന് പൗലോസ് എന്നറിയാതെ വന്നാൽ പ്രവേശനം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലുള്ള ഒരു രീതിയാണ്. എന്നാൽ വ്യക്തിപരമായിട്ടാണ് യേശുക്രിസ്തു അവിടെ പറയുന്നത്. യേശുക്രിസ്തു പുറത്തായി. ഇന്നും പല സഭയിലും യേശുക്രിസ്തു പുറത്താണ്, ഏകവചനത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ അവസാനം കാണുന്ന വാഗ്ദാനം, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. 21 വായിച്ചത്. അപ്പം ഇവിടെ വായിച്ചപ്പോൾ ഇനി 5 മിനിറ്റേ ഉള്ളൂ, ഞാൻ നിർത്തുകയാണ്. 2 സിംഹാസനമുണ്ട്. യേശുക്രിസ്തു നേരത്തെ പറയുന്നുണ്ട്, ഇപ്പോൾ സ്വർഗത്തിൽ ചെന്ന് പിതാവിന്റെ സിംഹാസനത്തിൽ ആരൂഢനായിട്ട് അവിടെ ഇരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിന് വേറെ ഒരു സിംഹാസനമുണ്ട്. നമ്മൾ ജയിക്കുന്നവരാണെങ്കിൽ ജയിച്ചവര് യേശുക്രിസ്തുവിന്റെ കൂടെ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്നതാണ് വാഗ്ദത്തം നമുക്ക് നൽകിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല, യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ യേശുക്രിസ്തുവിനോട് കൂടെ ഒരുമിച്ച് ഇരിക്കുക, നടക്കുക, അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന അതിൽ കൂടിയൊരു നമുക്ക് ജീവിതത്തിലൊരു ഭാഗ്യവുമില്ല. അതാണ് ആ വാഗ്ദാനം. തീർച്ചയായിട്ടും അത് നടക്കും. അതിനുവേണ്ടി നമ്മൾ വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി 5 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻപുട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ. ഈ 20-ാം വാക്യത്തെക്കുറിച്ച് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. നമ്മൾ എല്ലാവരും, എനിക്കറിയത്തില്ല, സുവിശേഷം പറയുന്ന ഉടനെ ഉപയോഗിക്കുന്ന ഒരു വാക്യമായത്, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. അതങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റുണ്ടോ? ഇത് വാസ്തവം പറഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യേണ്ട ഒരു വാക്യമല്ലെന്ന് തോന്നും ഇവിടെ ഇത് പഠിക്കുമ്പോൾ. പക്ഷേ യു ആർ വെരി കറക്റ്റ്. അത് ഇത് സഭയോട് പറയുന്ന, വിശ്വസികൾ എന്ന് പറയുന്നവരോട് പറയുന്നത് സുവിശേഷം പറയാനുള്ള. എന്നാൽ പല കാര്യത്തിനും പിന്നെ ഡ്യുവൽ ആപ്ലിക്കേഷൻ ഉണ്ട്, 2 ആപ്ലിക്കേഷൻ ഉണ്ട്. അതേ സമയത്ത് ഇവിടെ യേശുക്രിസ്തുവിനെ അറിഞ്ഞവരെന്ന് പറഞ്ഞ ലവോദിക്ക സഭയിലെ ആൾക്കാർ റിയലി അറിഞ്ഞിട്ടില്ല. യേശുക്രിസ്തു പുറത്താണ്, അവിടെ മുട്ടുകയാണ്. അതേ അവസ്ഥയിലാണ് വിശ്വസിക്കാത്ത ഒരാളും. അതുകൊണ്ട് പറയാം, യേശുക്രിസ്തു പുറത്തു നിന്ന് മുട്ടുന്നു, യേശുക്രിസ്തു വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിന്റെ ആ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് അവിശ്വാസികൾക്കായിട്ട് എഴുതിയ ഒരു വാക്യമല്ല. ഇത് വിശ്വാസികളോട് എഴുതിയാണ്. അവർ യേശുക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് പുറത്താക്കിയതാണ്. അത് ആ ചോദ്യം അപ്രോപ്രിയേറ്റ് ആണ്. അപ്പോൾ ഇത് ഡ്യുവൽ ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് അത് യൂസ് ചെയ്യാം. പക്ഷേ ഇറ്റ്സ് നോട്ട് റിയലി മെന്റ് ഫോർ ദാറ്റ്. meant for unbelievers. Okay.
വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ താങ്ക് യു. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നതിന്റെ കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ. അപ്പം ഈ യേശുക്രിസ്തു പ്രസ്താവിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്ന ഇപ്പൊ ഇത് നമ്മൾ കേട്ടേച്ച് ചെവി കൂടെ ഇറങ്ങിപ്പോകുന്ന പിന്നെ നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട്. പിന്നെ ഇതിന് തലമുണ്ടയിൽ കൂടെ ചെവി കയറാതെ തന്നെ മണ്ടയിൽ കൂടെ പോകുന്ന ഞാൻ കാണിക്കാറുണ്ട്. അങ്ങനെ അതുകൊണ്ട് യേശുക്രിസ്തു പ്രത്യേകിച്ച് പറയുന്നത് ഇതെല്ലാം പറഞ്ഞുവെങ്കിലും ചെവി ഉള്ളവൻ കേൾക്കട്ടെ, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പഠിക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ പഠിച്ച് ഇപ്പോൾ ഇതിൽ ഇരുന്ന എല്ലാ വിശ്വാസികൾക്കും ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നിങ്ങൾ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവർക്കും, നിങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് കേൾക്കട്ടെ, ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ്, പ്രതിഫലനം തീർച്ചയായിട്ടും സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അത് എടുത്തെടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. അത് നമ്മുടെ അറ്റൻഷൻ പിന്നെ അവിടെ ശ്രദ്ധ അവിടെ പിടിച്ചു പറ്റുകയാണ് ചെയ്യുന്നത്. അത് റിക്വസ്റ്റ് ആണ്. അതുകൊണ്ട് ആ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയാൻ നമ്മൾ എല്ലാം കാഷ്വലായിട്ട് കാവലിയർ ഭാഷകൾ നമ്മൾ എടുക്കരുത്, നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എനിവേ, താങ്ക് യു ഓൾ വെരി മച്ച്. താങ്ക് യു സോ മച്ച്. വെൽക്കം. Okay. Bye bye.